നിങ്ങളിൽ എത്ര പേര് സ്വന്തം ഫോട്ടോ ഫോണിന്റെ വാൾപേപ്പർ ആക്കിയിട്ടുണ്ട്? ബിയോണ്ട് ഓട്ടോബയോഗ്രഫി അത് കുറച്ച് എക്സ്പീരിയൻസസ് ആണ്. ഒരു മനുഷ്യനാക്കുന്ന ചില എക്സ്പീരിയൻസസ്. ഇപ്പോൾ ഈ മിത്രാനികേതൻ മുഴുവൻ എല്ലാവരും പോയി വിസിറ്റ് ചെയ്തു. എല്ലാം ചെയ്തപ്പോൾ എനിക്ക് ഒട്ടും നടക്കാൻ പോലും പറ്റാത്തതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. അന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഇനിയും ഈ മിത്രാനികേതനിൽ വരണമെന്നുള്ള ആഗ്രഹം. പക്ഷേ ഇങ്ങനൊരു സ്റ്റേജിലും ഇങ്ങനൊരു ഈവൻറ്റിലും വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അതാണ് ദൈവത്തിൻ്റെയും എൻ്റെ കൂടെയുള്ള കുറേ നല്ല വ്യക്തികളുടെ അതെൻ്റെ ഏറ്റവും വലിയ ഒരു ഇൻസ്പിറേഷനാണ്. ഇതും കടന്നു പോകും. ദിസ് ടൈം ഷാൽ ഓൾസോ പാസ് ടുഡേ. ലൈഫ് ഡ്രോൺ ബൈ എ നേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഓട്ടോബയോഗ്രഫി അല്ല, ബിയോണ്ട് ഓട്ടോഗ്രാഫി, എ കളക്ഷൻ ഓഫ് മെമ്മറീസ്. ഞാൻ കൂടുതൽ പല അസോസിയേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പല എക്സ്പീരിയൻസ് ആസ് എ നേഴ്സ് എന്നുള്ള രീതിയിൽ കുറേ എക്സ്പീരിയൻസ് നമ്മൾ ഡെയിലി കാണുന്നതാണ്. സ്വന്തം ഭർത്താവോ സ്വന്തം മക്കളോ മരിക്കുമ്പോൾ പോലും കരയാത്തതും അവരെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ കാഷ്വാലിറ്റിയിൽ ഇറങ്ങിപ്പോകുന്ന ബൈസ്റ്റാൻഡേഴ്സിനെ കണ്ടിട്ടുണ്ട്. Then Vijil V, the chairman of 21 nurses and allied professional എന്ന ഓർഗനൈസേഷൻ്റെ ചെയർമാനാണ്. നമുക്ക് വെൽക്കം ചെയ്യാം. മഹാസദസ്സിന് എൻ്റെ വിനീതമായ നമസ്കാരം. ഏവരുടെയും അനുവാദത്തോടെയും ദൈവത്തിൻ്റെ ആശീർവാദത്തോടെയും തുടങ്ങട്ടെ. നിലാവെളിച്ചം പോലും ഇല്ലാത്ത ഒരു രാത്രി, അവിടെ കൂടെ നൂറുകണക്കിന് ഫ്രഞ്ച് സൈനികർ നടന്നു നീങ്ങുകയാണ്. അവരുടെ ലക്ഷ്യം അതിർത്തി നേരിടൽ. നൂറുകണക്കിന് പേര് നടന്നു നീങ്ങുന്ന പാതയിൽ ഒരു കിടങ്ങുണ്ടായിരുന്നു, ട്രെഞ്ച്. ആ ട്രെഞ്ചിൽ ഒരു സൈനികൻ അകപ്പെട്ടു. എല്ലാവരും സ്വന്തം കാര്യം മാത്രം നോക്കി ആ സൈനികനെ നോക്കാതെ വീണ്ടും മുന്നോട്ട് പോകുകയാണ്. കുറേ നേരം അവിടെ കിടന്നപ്പോൾ ആ സൈനികന് ഒരു പാതിരാത്രിയാണ്, ആരുമില്ല, ഒരു വേടൻ വന്നു വിളിക്കുന്നു. ഇവിടെ അകപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് വേടൻ ആ സൈനികനെ രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ ആ സൈനികൻ ആ സൈന്യത്തിൻ്റെ കൂടെ നൂറുകണക്കിന് പടയാളികളും കൂടെ ചേർന്നു. പിന്നെയും നടന്നു നീങ്ങി യുദ്ധം ജയിക്കുന്നു. ആർക്കെങ്കിലും ആ സൈനികനെ പേരറിയാമോ? നെപ്പോളിയൻ ബോണപ്പാർട്ട്. എല്ലാവരും മാറ്റി നിർത്തിയിട്ടും സ്വന്തം കഴിവും സ്വന്തം ഇതിലും ആണ് നെപ്പോളിയൻ ഫ്രഞ്ച് ആർമിയുടെ തന്നെ തലപ്പത്ത് വന്നത്. പിന്നെ ഫ്രഞ്ചിൻ്റെ തന്നെ സൈന്യാധിപനായും അതിൻ്റെയും ഉയർന്നേക്ക് വരുന്നതും നെപ്പോളിയൻ്റെ ദൃഢനിശ്ചയം കൊണ്ടാണ്. ഈ വുമൺ എംപവർമെൻറ്റും ഞങ്ങൾ 21 നേഴ്സസ് ആൻഡ് അലൈഡ് പ്രൊഫഷണൽസിൻ്റെ കൊളാബറേഷനിലും കൂടെ ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാമിന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കുന്നു. നിങ്ങളിൽ എത്ര പേര് സ്വന്തം വാൾപേപ്പർ ഫോണിൽ ഫോട്ടോ ആയിട്ട് ഇട്ടിട്ടുണ്ട്? കൈ ഉയർത്തിയാൽ മതി. ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ അവരവർ തന്നെയാണ് എല്ലാത്തിലും. ഞാൻ ആദ്യമായി മിത്രാനികേതനിൽ വരുന്നത് 6 മാസങ്ങൾക്ക് മുമ്പ്. ഞാൻ 4th ഇയർ BSc നേഴ്സിംഗിൻ്റെ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഏകദേശം 50 ഞങ്ങൾ സ്റ്റുഡൻസ് വന്നു. അന്ന് എനിക്ക് ഒട്ടും ഇറങ്ങാൻ പറ്റാതെ, പിന്നെ ക്ലാസ് മിസ്സാക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ വിസിറ്റിന് വന്നു. എനിക്ക് വരാൻ പറ്റാതെ ഞാൻ ആ ബാക്കിൽ തന്നെ പോയിരുന്നു. എല്ലാവരും എന്നെ വിളിച്ചു പോയി, കാരണം എനിക്ക് നടക്കാൻ പറ്റാതെ വന്നു. ഇപ്പോൾ ഈ മിത്രാനികേതൻ മുഴുവൻ എല്ലാവരും പോയി വിസിറ്റ് ചെയ്തു. എല്ലാം ചെയ്തപ്പോൾ എനിക്ക് ഒട്ടും നടക്കാൻ പോലും പറ്റാത്തതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. അന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഇനിയും ഈ മിത്രാനികേതനിൽ വരണമെന്നുള്ള ആഗ്രഹം. പക്ഷേ ഇങ്ങനൊരു സ്റ്റേജിലും ഇങ്ങനൊരു ഈവൻറ്റിലും വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അതാണ് ദൈവത്തിൻ്റെയും എൻ്റെ കൂടെയുള്ള കുറേ നല്ല വ്യക്തികളുടെയും ആശീർവാദം. അതെൻ്റെ ഏറ്റവും വലിയ ഒരു ഇൻസ്പിറേഷനാണ്. ഈ MBBSൻ്റെ പോലും സീറ്റിൻ്റെയും വിട്ടിട്ടും നേഴ്സിംഗ് ഫീൽഡിലേക്കാണ് അവസാനമായി വന്നത്. ഒരുപാട് എക്സ്പീരിയൻസും ഒരുപാട് പല മെമ്മറീസും പലരുടെയും ഒരുപാട് പേഷ്യൻസിൻ്റെ ആയാലും ഒരുപാട് ലൈഫ് മെമ്മറീസിലേക്ക് കടന്നുപോയി. അതിൻ്റെ എല്ലാം കൂടെ ഒരു കളക്ഷനാണ് എ ലൈഫ് ഡ്രോൺ ബൈ എ നേഴ്സ്. ലൈഫ് ഡ്രോൺ ബൈ എ നേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഓട്ടോബയോഗ്രഫി അല്ല, ബിയോണ്ട് ഓട്ടോഗ്രാഫി, എ കളക്ഷൻ ഓഫ് മെമ്മറീസ്. ഞാൻ കൂടുതൽ പല അസോസിയേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പല എക്സ്പീരിയൻസ് ആസ് എ നേഴ്സ് എന്നുള്ള രീതിയിൽ കുറേ എക്സ്പീരിയൻസ് നമ്മൾ ഡെയിലി കാണുന്നതാണ്.
സ്വന്തം ഭർത്താവോ സ്വന്തം മക്കളോ മരിക്കുമ്പോൾ പോലും കരയാത്തതും അവരെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെയും കാഷ്വാലിറ്റിയിൽ ഇറങ്ങിപ്പോകുന്ന ബൈസ്റ്റാൻഡേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഏകദേശം കഴിഞ്ഞ ദിവസം വന്ന ഒരു 5-6 വയസ്സുള്ള 2 കുട്ടികളാണ്. സ്വന്തം അനിയത്തിക്ക് ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ കരയുന്ന 6 വയസ്സുള്ള ചേച്ചിയും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരു ലൈഫിൻ്റെ എക്സ്ട്രീം മീറ്റിംഗ് കണ്ടിട്ടുണ്ട്, ഒരു ലൈഫിൻ്റെ ഡൗൺവേർഡും കണ്ടിട്ടുണ്ട്. നേഴ്സ് ആകുമ്പോൾ തന്നെ നമ്മൾ പല ഇൻസ്പിറേഷനിലൂടെയാണ് പോകുന്നത്. ആർക്കും നമുക്ക് ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നവരെ പോലും ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ അവരുടെ പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവ്സും പറയും രക്ഷപ്പെടുത്തേണ്ടതാണ്. എന്നാൽ ഒന്നും പറ്റാത്തവരുടെ കൂടെ നിന്നിട്ടും 70-80 വയസ്സായവരുടെ കൂടെ നിന്നിട്ടും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അത് ഞങ്ങളൊരു അച്ഛനാണ്, അമ്മയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരിയാണ്, ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇനി വുമൻസ് എംപവർമെൻ്റായി റിലേറ്റഡ് ആയിട്ട് ജസ്റ്റ് ഒരു ഗെയിമാണ്. ഏതെങ്കിലും ഒരു 5 മെമ്പേഴ്സ് ഒന്ന് ജസ്റ്റ് ഫ്രണ്ടിലോട്ടൊന്ന് വന്നു. ഈ ഗെയിമിൽ യെസ് ആണ് എന്ന ആൻസർ എങ്കിൽ ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് വരാം, നോ ആണ് എന്ന ആൻസർ എങ്കിൽ ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് വരാം. ജനറൽ നോളേജോ അങ്ങനെ റിലേറ്റഡ് ഒന്നുമില്ല, സ്വന്തം ലൈഫുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. ഇതിൽ 50 രൂപയെങ്കിലും സ്വന്തമായി ഏൺ ചെയ്യുന്നവർ ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് വരിക. ഇതിൽ രാത്രി 8 മണിക്ക് ശേഷം ട്രാവൽ ചെയ്യാൻ, ആരും ഒറ്റയ്ക്കില്ലാതെ ട്രാവൽ ചെയ്യാൻ പറ്റും ധൈര്യമുള്ളവരും വീട്ടിൽ നിന്ന് പെർമിഷൻ ഉള്ളവരും ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് വരിക. ഇതിൽ സൈക്കിൾ ചവിട്ടാൻ അറിയുന്നവർ ഫ്രണ്ടിലോട്ട് വരിക. ഈ ഏജ് ഗ്രൂപ്പ് ഇങ്ങനെ ഡിഫറൻസ് ആയതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ നേരത്തെ പ്രിപ്പയർ ചെയ്തും ഡിഫറെൻ്റ് ആണ്. ഇതിൽ വീട്ടിൽ നമ്മൾ ചെറിയ കാര്യമായാലും വലിയ കാര്യം, വീട്ടിലെ ഒരു കാര്യം അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ആരെങ്കിലും ചെയ്യുമ്പോൾ ആ ഡിസിഷനിൽ നിങ്ങളെ കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കും എങ്കിൽ സ്വന്തം ഫോട്ടോ ഫോണിൻ്റെ വാൾപേപ്പർ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് വരിക. നിങ്ങളിപ്പം ഒരു കോഴ്സ് പഠിക്കുകയാണ്. ഈ കോഴ്സ് സ്വന്തം ഇഷ്ടപ്രകാരമാണ് പഠിക്കുന്നതെങ്കിൽ ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് വരിക. ക്വസ്റ്റ്യനിൽ നിന്ന് വുമൻ എംപവർമെന്റ് ആയിട്ട് ഇന്നത്തെ കറന്റ് സൊസൈറ്റിയിലും വുമൻ എംപവർമെന്റ് എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പ്രിവലൻ്റ് ആണ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഏകദേശം ക്വസ്റ്റ്യൻ ഇതായത് ഉണ്ടാണെങ്കിൽ പോലും വുമൻ എംപവർമെന്റ് ഈ 5 പേരെടുത്താൽ അതിൽ 3 പേർക്കും ബാക്കിലോട്ടാണ് നിൽക്കുന്നത്. അതിൽ തന്നെ ഈ 2 പേരും ഫ്രണ്ടിൽ എത്തിയിട്ടില്ല. ഈ 7 ക്വസ്റ്റ്യന് ശേഷം ഒരു ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ആണ് നമ്മൾ ഈ പറഞ്ഞ 7 ക്വസ്റ്റ്യനും. എങ്കിൽ പോലും ആ 7 ക്വസ്റ്റ്യനും ഇന്നത്തെ 21st സെഞ്ച്വറി മോഡേൺ സൊസൈറ്റിയിൽ പോലും വുമൻ എംപവർമെന്റ് എത്രത്തോളം പ്രാവർത്തികമാക്കുന്നു എന്ന ഒരു ചോദ്യചിഹ്നമാണ് നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത്. താങ്ക് യു.